പക്ഷെ ഞാൻ കാര്യം പറയട്ടെ അലീനെ, നീയും അമ്പത്തൂര് നല്ല മാച്ച് കേട്ടോ. കുരുവി എങ്ങാണ് ഈ സാം ഗുരു വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പൊ കുട്ടിയുടെ പേരെന്താ? ഇഷ. ഓ ഇഷ. വോട്ട് തരുമോ, വോട്ട് തരുമോ സിറ്റിസൺസുകളെ. 33 കോടി സ്വപ്നങ്ങളെല്ലാം സത്യമാക്കാനായി ജോക്കി വരും. പണ്ടും തരും വീടും തരും ജോക്കി, നിങ്ങൾ പേടിക്ക വേണ്ട. വോട്ട് ചെയ്യൂ ജോക്കി എണ്ണൂരായി. ഓ ചെയ്യാറത്താരാ. വോട്ട് ചെയ്യൂ ജോക്കിക്കാർ, നിങ്ങൾ സിറ്റിസൺസല്ല. അണ്ണ വണ്ടി കണ്ടു. ആ ഒരു മിനിറ്റ് നിക്ക്. ഇപ്പൊ വരും. അമ്മയും മോളും ഇപ്പൊ വരും. ആ ഇപ്പൊ കണ്ടോ, ഇപ്പൊ കണ്ടോ. ആദ്യം വന്ന് എന്റെ കാലിലോട്ട് ഇങ്ങനെ അങ്ങ് വീഴും. നന്നായി വരട്ടെ മോളെ, നന്നായി വരട്ടെ മോനെ, നന്നായി വരട്ടെ. ആ ഒരു വിഷയം പറഞ്ഞു. ഏത് വിഷയമാണോ? മാത്സ് ആണോ, സോഷ്യൽ സയൻസ് ആണോ? എന്താ വിഷയം? ഏത് വിഷയം? അമ്മ ഏതോ പെണ്ണിനെ കയറി പിടിച്ചെന്നോ? അമ്മ നിന്റെ അമ്മ ലബനീസ? അമ്പത്തൂര് പെണ്ണിനെ കയറി പിടിച്ചെന്നാ? ആണുങ്ങളാകുമ്പോ പെണ്ണിനെ കയറി പിടിച്ചെന്നൊക്കെ വരും. എന്തോ ചെയ്യാൻ ഇപ്പൊ? അമ്മയും മോളിനെ പൊറാട്ട നാടകം. എടാ പൊറാട്ട നാടകം അല്ലടാ, പൊറാട്ട് നാടകം. പൊറാട്ട നാടകം. അന്നു മാന്യന്മാരെ പറ്റി ആപാദം പറഞ്ഞ നടക്കലാണ് ഈ ചന്ദ്രന്റെ മോന്റെ ഏക പരിപാടി. പെണ്ണിനെ കയറി പിടിച്ചെന്നാണോ പറഞ്ഞേ? മോനെ അവളുടെ സമ്മതം ഇല്ലാതോ? അണ്ണ ആ പെണ്ണാണ് എന്നെ കയറി പിടിച്ചത്. അണ്ണ സത്യമായിട്ട് എന്നെ കയറി പിടിച്ചത്. എന്റെ അണ്ണ ഞാൻ അങ്ങനെ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെന്നാകട്ടെ. അണ്ണൂന് തോന്നുന്നു അണ്ണൂന് അനിയൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്കറിയത്തില്ല. അണ്ണു ഞാൻ ചെയ്തിട്ടില്ല. ആ പെണ്ണ് എന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചത്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ അലീനെ, നീയും അമ്പത്തൂര് നല്ല മാച്ച് കേട്ടോ. അടിപൊളി. ഇവളെ അണ്ണ ഇവളെ ലുക്ക് നോക്കല്ലേ, ഇവളെ സോ ശരിയല്ല. വേറെ പണിയുണ്ട് എനിക്ക്. ചന്ദ്രന് നല്ലൊരു ഭാര്യ. ഈ ചെറുക്കൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ പറഞ്ഞേ. ഇത് എന്തുവാ ഇത്? എനിക്ക് എന്തോ എന്റെ ഫോൺ ഹാക്കാനാണത്. വല്ലാത്ത പ്രശ്നമല്ലേ മോന് അച്ഛന്. അവളെന്തി അവളെ നാട് വിടും. അവക്ക് തന്നെയല്ലേ പണി, മനസ്സിലേ? എന്താണിത്? എന്തിനാണ് ഇത്? മുടിഞ്ഞു പോട്ടെ. ഓ ഇവിടെ അതെ ഞാനും തന്നെ പറഞ്ഞത്. തെറ്റായിട്ടൊന്നും ഇതെന്തൊരു അലപ്പായത്. ഞാൻ ഒരു കാര്യം പറയാം സൂര്യ, ഞാൻ വിളിക്കാൻ നിന്നെ. വൃദ്ധ എപ്പോ വന്നു നിങ്ങള്? ഇങ്ങോട്ട് നിക്കാം. അമ്പത്തൂര് എന്നെ വിളിക്കണേടാ. അമ്പത്തൂര് നമ്പർ തന്നില്ലല്ലോ. ഒരു മിനിറ്റ്. കൂട്ടിൽ കിടന്ന പക്ഷി പോലെ നമ്പർ തന്നു ഇങ്ങോട്ട്. ആവശ്യമുണ്ട് എനിക്ക്. പിന്നെ ഇടയ്ക്ക് നീയല്ല മറ്റേ കേവിയിലും മറ്റേ കോലിയുടെ സ്ലോട്ട് വെച്ചോ. ഇവനെ കൂടി വലിയ ശല്യം അമ്പത്തൂര്. ഇവൻ ഒന്നെങ്കിൽ KVL അല്ലെങ്കിൽ TVL കോലിയുടെ. ഇതാണ് എന്റെ അടുത്ത് അപ്പൂപ്പ ഇങ്ങോട്ടൊന്ന്. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ കുറച്ച് തീയായോണ്ട് ഓറ കൂടിയോണ്ടേ. ഞാനൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാലേ, 20:50 10:00 ഒരു പരിപാടിയുണ്ട്. സൈക്കിൾ റേസിങ്ങും മറ്റേ എന്തോന്ന് പറയുന്നേ, ഇതെങ്ങനെയാന്ന് ഉദ്ഘാടനമല്ല, നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. തന്ന് നോക്ക്. 20:50 ഞാൻ നോട്ട് എനിക്കാണ് ഈയിടെയായിട്ട് മറവ് നോക്കേ. 20:50 സിൻഡിക്കേറ്റ് പ്രസന്റ്. ഇത് നമ്മുടെ പിള്ളേരായിരുന്നു പണ്ട് എന്റെ പമ്പ് ജോലി ചെയ്ത്. നിങ്ങൾക്ക് ഹെലികോപ്റ്റർ പറത്താൻ അറിയാം? അല്ല ഹെലികോപ്റ്റർ അല്ല, പാരച്യൂട്ടിൽ കയറി പറക്കാൻ അറിയാവോ? അതറിയാം. അറിയാം. എനിക്കറിയത്തില്ല കേട്ടോ.
സ്പോൺസേർഡ് ബൈ ഒലങ്ക ഫുഡ് നമ്മുടെ ഇറക്കാണല്ലോ ആ ഇത് ഞാനൊരു കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു പരിപാടിയുണ്ട്. ആദ്യം വർഗീസ് മാപ്പിള വിളിക്കട്ടെ. പുള്ളിക്കാരന്റെ കൂടെ മറ്റേ കമ്മ്യൂണിറ്റി പരിപാടിക്ക് നമ്മൾ EMS കേട്ടോ. ഇത് 10 നമ്മുടെ EMSO പിന്നെ എടേ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കുമ്പോ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അല്ല ജോക്കി ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മുടെയൊക്കെ ഫാമിലിയില് പ്രശ്നം ഉണ്ടാക്കുന്നവർക്ക് ശിക്ഷിക്കാനാണ് സാധാരണ ഈ കമ്മ്യൂണിറ്റി സർവീസ് പറഞ്ഞു കൊടുത്തത് ജോലി ചെയ്യാൻ വേണ്ടി EMS. അയാൾ വന്നിട്ടില്ലേ, നേരെ EMSലോട്ട് അങ്ങ് വിട്ടു. പക്ഷെ ഇയാള് വരാതെ എങ്ങനെ പോകുന്നത്? ഇത് ആരാടാ ഇത്? ഇത് നമ്മുടെ ജുഗുരു. ആ ജുഗുരു മോനെ, ജുഗുരു സുഖമാണോടാ നിനക്ക്? സുഖം എന്നാണോ? 2 സുഖം ഉണ്ടോ നിനക്ക്? സുഖമാണ്. സുഖമാണ്. ആ അപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മള് ജുഗുരു പാട്ടും കൊണ്ട് ആള് വരുന്നു. പാട്ട് കേട്ടിട്ട് പോവാം കേട്ടോ. പാട്ട് കേട്ടിട്ട് പോവാം. പാട്ട് റെഡിയായോ? എന്തോ പാട്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഉമ്മാർ നടക്കുന്നുണ്ട്. മകളെ എല്ലാവർക്കും സുഖമല്ലേടാ? ബാബ്സ് ഗെയിമിങ് ചാറ്റ് ബോക്സ് ആക്കല്ലേ, പറഞ്ഞു വിടുവേ ഞാൻ. അപ്പൊ ചോദിക്കും നിന്റെ ഒക്കെ മോഡറേറ്റർ ആയിട്ട് നീ പോടാ, നീ പറഞ്ഞു വിടറാന്നൊക്കെ ആയിരിക്കും. ഞാനിപ്പോ എന്നാ ചെയ്യാൻ പറ്റുമോ? എന്റെ ചാറ്റിലൊക്കെ ഞാൻ ഒന്നരയാഴ്ച സമാധാനത്തില്ല. സമാധാനം വേണ്ട, ഒരാഴ്ച 2 കിട്ടും. ആരും വരുന്നില്ല, ഇത് ജെറ്റൊക്കെ പോന്നു. എടാ ജുഗുരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാങ്ങിൽ എത്ര പേരുണ്ട് ഇപ്പം? 35. എന്റെ സിറ്റിയിലാണ് ഇപ്പൊ എത്ര പേരുണ്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ. 6 പേര്. 6. ആ ചേട്ടാ ഷൂറാക്കിന്റെ ഫ്രണ്ടിലോന്ന് വെച്ചേക്കണേ. അന്ന് ബെല്ലടിച്ചേക്കണം. ഒന്ന് ബെല്ലടിച്ചേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് അല്ല, സ്വിച്ച് ബെല്ലടി വർക്ക് ചെയ്തില്ല. അവിടെ ഒരു ബോക്സ് അതൊന്ന് ഞെക്കേ. അന്ന് പോയി. ആ കേട്ട് ഇപ്പൊ വന്ന പിള്ളേര് വാങ്ങിച്ചോളൂ. തോമസ് ഓ ഗുഡ് നൈറ്റ്. എടാ ഇന്നെങ്ങാനും വരുവോടി. അവര് കസ്റ്റംസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് വരുന്നത്. ഓ കസ്റ്റംസ് ക്ലോസ് ചെയ്തിട്ട് വരുന്നു. എലക്ഷൻ പാട്ട് ആരാന്ന് എനിക്കറിയത്തില്ല. പിള്ളേർക്ക് ട്യൂൺ വേണം കേട്ടോ പാപ്പാ. മറ്റേ നാരദന്റെ നാരദനൊരു കണ്ടി അവന്റെ ചിഹ്നം കിണ്ടി അവനില്ലാണ്ടി. പക്ഷെ വേറൊന്നും കൂടെ വേണം. അവനൊരു മൊണ്ടി. കൊള്ളാല്ലേ? അവന്റെ അച്ഛനൊരു തെണ്ടിന്ന് കൂടെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയൊരു കവിതയായി മാറിയിട്ടുണ്ട്. ഈ വെള്ള അവന്റെ തൊണ്ടി അതിന്റെ കുറെ വാക്കുകൾ കിട്ടുമായിരുന്നു. നമുക്കൊരു വലിയ കവിത ഉണ്ടായിരുന്നു നാരദനെ പറ്റി. സത്യം കേട്ടാ അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞേ. എന്താണ് തെറ്റെന്തൊരു തെറ്റുമില്ല. അവൻ അച്ഛനോട് തെണ്ടി അച്ഛനെ വിളിക്കണ്ട കേട്ടോ. അച്ഛനെ വിളിക്കണ്ടത് വേണ്ടേ. അവനെ പിന്നെ ഫീൽ ആവും. ഇല്ലാത്ത അച്ഛനെ തെറി വിളിച്ചെന്നാവും. അവന് ഫീൽ ആവും. അവന്റെ അച്ഛനെ അവൻ തെറി വിളിച്ചോണ്ട് അവന്റെ അച്ഛൻ അവന്റെ ഭാര്യയുടെ കൂടെ വിളിച്ചോടിയെന്ന് അതറിയത്തില്ല ജോക്കിക്ക്. അപ്പൊ അത് കറക്റ്റ്. നാരദൻ ഒരു കണ്ടി അവന്റെ ചിഹ്നം കിണ്ടി. എടാ ജോക്കി നിനക്ക് നാരദനെ അറിയത്തില്ലേ? നാരദൻ തമ്പി. ആ നാരദൻ തമ്പിയുടെ ഭാര്യ മറ്റേ അവന്റെ അച്ഛൻ്റെ കൂടെ വിളിച്ചോടിയത് ആണ്. എന്തോ എടാ ഇതൊക്കെ എന്തൊരു സംസ്കാരമല്ലയോ? ഞാൻ പറയുമ്പോ ഞാൻ പരിതോഷിക്കുന്നത് എല്ലാരും പറയും. പക്ഷെ അല്ല, ഇതൊക്കെ നടക്കുന്ന പല കേസുകളുണ്ട് പിടിയിൽ. എടാ ഇത് ഇന്ന് എടേ ഞാൻ ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ആകാശത്തിൽ കുറെ ഹെലികൾ വരുന്നു. അമാറിയാൻ തോന്നുന്നു 2 എണ്ണം. അവിടെ ഇവിടെ നമ്മള് ലാൻഡ് ചെയ്യാനുള്ള സ്ഥലം നോക്കി. ചാറ്റ് ബോക്സ് ആക്കരുത്. ആഷിക്കരിയൊക്കെ ഞാൻ പറഞ്ഞു വിടുവേ ഞാൻ. അപ്പൊ ചോദിക്കും നീയൊക്കെ വേണം, നിന്റെ കാണുന്നില്ല സ്ട്രീം എന്നും പറഞ്ഞൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. പക്ഷെ ചാറ്റ് ബോക്സ് ആക്കടാ. ചാറ്റ് ബോക്സ് ആക്കി എനിക്ക് നോക്കുന്ന സമയത്ത് ഫുള്ള് ഇത് അവര് പാടുവാണോ അതോ എടോ പിന്നെ പാട്ട് പാടുമല്ലാതെ എന്ത് പിന്നെ എന്ത് ചെയ്യാം? ശബ്ദം ഓണാക്കോന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. എന്തേലുമൊക്കെ കാണിക്കുമായിരിക്കും. അതിനൊരു ശബ്ദം കണ്ണു ഞാനൊരു ഫാനാണ്. ഞാൻ എന്നാ ഒരു AC ആണ്. ഒരുത്തൻ വന്ന് പറഞ്ഞ് ഞാനൊരു ഫാനാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു AC ആന്ന്. അപ്പൊ തണുത്ത് കാണുമല്ലേ ജോക്കി? അവൻ തണുത്ത് കാണുമെന്നേ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നുമില്ല. അപ്പൊ കുറച്ച് ഇലക്ഷന്റെ കുറച്ച് പരിപാടികൾ അങ്ങോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ അത് ചെയ്യണം. എന്റെ മനസ്സിൽ കുറെ പ്ലാൻ ഉണ്ട്. ഇയാളെ ഈ നമുക്കിവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും സഹായം, അതാ സാബുരിന്റെ കുറച്ച് ഫണ്ട് ഒപ്പിക്കണം, എന്നാലേ നടക്കും. ഇയാൾ എന്തെങ്കിലും വരുമോ? താണ്ട വണ്ടിപ്പാട്ടൊക്കെ ആയിട്ട് വരുന്നത്. ഇത് അപ്പൊ ഇത് സീനാണ് കേട്ടോ. കേക്കാവോ? ഞാൻ അങ്ങനെ ഇത് നമുക്ക് അങ്ങോട്ട് മാറി കേൾക്കായിരുന്നു കേട്ടോ. എനിക്കൊരു ജാളിയതാ. എടാ ഈഗിളില്ലടാ, ഈഗിളില്ല. അവൻ എവിടെ പോയേക്കുന്നു? എടാ ചാറ്റ് സ്പാം ചെയ്തോട്ടെ, എന്തേലും കാണിക്കട്ടെ. നിങ്ങൾ ചാറ്റ് ചാറ്റ് ബോക്സ് ആക്കാതെ നമുക്ക് എവിടെയെങ്കിലും പോയി മാറിന്ന് കേട്ടാ പോരാടാ. ഇവിടെ നിന്ന് അനുഗ്രഹിക്കണം. എടാ മോനെ, ഞാൻ ഗുരുവായൂരപ്പനൊന്നും അല്ലാന്ന് പറഞ്ഞു മടുത്ത്. നമുക്കൊരു കാര്യം ചെയ്യടാ, ഏതേലും മലയുടെ മുകളിൽ പോയി കേട്ടാലോ? അതെ, മലയുടെ മുകളിലോ അല്ലെ അപ്പുറത്തെ സൈഡ് മറ്റേ കറങ്ങട അവിടെ പോയാലോ? അവിടെ ഒരാളുമില്ല. പിന്നെ ഞാൻ അപ്പനും കൂടെ ഹെലികോപ്റ്ററിനകത്തോട്ട് കയറാം. അങ്ങോട്ട് പോരല്ലേ? കാർണിവലിൽ പോവാം. നിങ്ങളൊക്കെ ഭയങ്കര എടാ ഓടിക്കാറിയുന്ന ഓടിക്കണേ മോനെ. എടാ ഈ ഡ്രൈവർ ഇരിക്കുന്ന പയ്യ എന്റെ അറിയാമോ? ഞാൻ ഓടിക്കുന്നൊക്കെ നീ കണ്ടിട്ടുണ്ടോ? റാ ഓല പോവും. എത്തിച്ചേക്കണേ മോനെ, എത്തിച്ചേക്കണേ. ജുഗ്രു കയറുന്നില്ലേടാ? ജുഗ്രു എന്തിയടാ? പോയിട്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാറില്ലേ? സിറ്റുവേഷൻ ഉണ്ടെന്നോ? അടിയൊക്കെ ഒപ്പിക്കണം കുറച്ച് ദിവസം. അടിയൊക്കെ സമാധാനപരമായിട്ടൊക്കെ ഇരിയടാ. എന്തിനാണ് ഈ അടി? ഇന്നലെ ഒരു ഡിസ്കോഡ് ഉണ്ടായിരുന്നു. എന്തുവാ കൊമ്പനും കണ്ണാപ്പിയൊക്കെ? കൊമ്പൻ കണ്ണാപ്പിയെ സ്നേഹിക്കുന്നു, കണ്ണാപ്പി വാസ്കോനെ സ്നേഹിക്കുന്നു. എന്തൊക്കെയായിരുന്നു? ഷെയ്ക്ക് എല്ലാരെയും സ്നേഹിക്കുന്നു, എല്ലാരും ഷെയ്ക്കിനെ സ്നേഹിക്കുന്നു. ഇതൊക്കെ ഒരു ഭയങ്കര ഐക്യദാർഢ്യം. പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അതെല്ലാം മാറും. ഒരു ദിവസത്തേക്കുള്ള കാര്യമുള്ളൂ ഇതൊക്കെ. ഏതാങ്കണക്ക ജില്ലം ജില്ലം താങ്കണക്ക ചെണ്ട മൃദംഗം നമുക്ക് മുന്നേ പാട്ട് കേൾക്കാൻ മോനെ. എന്താണ് തലവേനിക്കുവേ മോനെ പാട്ടിട്ട് കേക്കട്ടെ. പിന്നെ നിരന്ന് നിന്നോ? കൊയറല്ലേ ഇത്? ഉണ്ടാക്കിയോ പാട്ട്? പിന്നെ അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ സെലക്ഷന് മുന്നേ അങ്ങ് ജയിക്കുമെന്ന്. നീ എങ്ങോട്ടാണ് കൊണ്ടുപോയി വണ്ടി? അത് കറക്റ്റാ. നമുക്ക് സൗണ്ട് മുക്കോടി സ്വപ്നങ്ങളെല്ലാം സത്യമാക്കാനായി ജോക്കി വരും. സിറ്റിസൺസിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനായി ജോക്കി വരും. ഫണ്ടും തരും, വീടും തരും ജോക്കി. നിങ്ങൾ പേടിക്ക വേണ്ട, വോട്ട് ചെയ്യൂ ജോക്കി എണ്ണൂനായി. ഓ ചെയ്യാറത്താരാ. ഫണ്ടും തരും, വീടും തരും ജോക്കി. നിങ്ങൾ പേടിക്ക വേണ്ട, വോട്ട് ചെയ്യൂ ജോക്കി എണ്ണൂനായി. ഓ ചെയ്യാറത്താരാ. എക്സലൻസിന്റെ വികസനത്തിന് ജോക്കി എണ്ണൂനെ ആവശ്യമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കാനായി ജോക്കി എണ്ണൂ നിർബന്ധമാണ്. വോട്ട് ചെയ്യൂ ജോക്കിക്കാർ. നിങ്ങൾ വ്യത്യസ്തല്ല. ഫണ്ടും തരും, വീടും തരും ജോക്കിയോ തയ്യാറത്താരാ. വോട്ട് ചെയ്യൂ ജോക്കിക്കാർ. നിങ്ങൾ വ്യത്യസ്തല്ല. ഫണ്ടും തരും, വീടും തരും ജോക്കിയോ തയ്യാറത്താരാ. എടാ മോനെ, വിഷയം കേട്ടോ. ആരാണത് പാടിയത്?
കൊള്ളാം കേട്ടോ. ഹെഡ്സെറ്റ് വെച്ചോ, ഹെഡ്സെറ്റ് വെച്ച്. ഓ മോനെ കയ്യോ. നല്ല രസമുണ്ട് കേട്ടോടാ കുട്ട. ഇത് നമുക്ക് ഇത് നല്ല രീതിക്ക് ഒന്ന് വിജൃംഭിപ്പിച്ചിട്ട് നല്ല രീതിക്ക് അനുഗ്രഹിച്ചു മോനെ, അനുഗ്രഹിച്ചു. പ്രചരണ സമയമാകുമ്പോ ഇത് പ്ലേ ചെയ്ത് വേണം മുതുക്കി കൂടെ പോവാൻ. എല്ലായിടത്തും ഇത് തന്നെ പ്ലേ, മനസ്സിലായോ? ഹലോ ബ്രോ. ഈ നാരൻ എന്ന് പറയുന്നത്. ഹലോ ബ്രോ. ഹലോ. ഇന്നലെ എനിക്ക് ടിക്കറ്റില് ഒരിതുണ്ടായിരുന്നേ. ഓട്ടയുണ്ടായിരുന്നോ? അപ്പൊ അവനെ വിളിച്ചോണ്ട് അപ്പൊ തമാശ കേട്ടോ. ഇത് ദൈവമാണോ പറയുന്നത് അതോ വേറെ ആരെല്ലോ ആണോ പറയുന്നത്? ദൈവമാണോ? ദൈവമാണോ? ആ, അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മോനെ, ഈ നാരദൻ എന്ന് പറയുന്നവനും വേറെ 2-3 പേര് മത്സരിക്കുന്നുണ്ട്, മനസ്സിലായോ? അത് നമുക്ക് അവസരം കൊടുക്കരുത്. സിറ്റി ഫുള്ള് ഞാൻ നമ്മളായിരിക്കണം. എന്റെ പടം വെച്ചിട്ട് കസ്റ്റം വണ്ടി 10 എണ്ണം ഇറക്കിക്കോ, എന്നാലും കുഴപ്പമില്ല. ലോ ക്ലാസ് വണ്ടി മതി, വലിയ പണിയൊന്നും വേണ്ട, മനസ്സിലായോ? ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എല്ലാം എന്റെ ഫോട്ടോ. സെറ്റ് ആക്കണം കേട്ടോ മോനെ. കൊള്ളാം കേട്ടോ, പാട്ട് കൊള്ളാം കേട്ടോ, നല്ല ഈ പാട്ട് കൊള്ളാം കേട്ടോ. ചെയ്താണ് പേരെന്തായിരുന്നു? കഴിവുള്ളവനാ. ടോമിമോൻ പാട്ട് കൊള്ളാം. ടോമിമോനെ നല്ല കഴിവുണ്ട് കേട്ടോ. ടോമിമോന്റെ നമ്പർ, നിങ്ങളുടെ എല്ലാവരുടെ നമ്പർ ഇങ്ങോട്ട്. നിങ്ങൾ എന്താ പരിപാടി സിറ്റിക്കകത്ത്? ഞങ്ങള് കസ്റ്റംസ് അല്ലേ? നിങ്ങള് കുറച്ച് സീനാണപ്പോ. നമ്മുടെ സാബ്ഗുരു ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ഒരു സെഡാറക്സ്, അതാണ് ഇന്നലെ നമ്മൾ ഈ വണ്ടിക്കകത്താണോ പോയെ? അവരുടെ വണ്ടിക്കാണ് ഞാൻ മുമ്പ് പോയത്. അപ്പം നിങ്ങളുടെ ഇതാരാണ് മാനേജർ അല്ലെങ്കിൽ ലീഡർ? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ ഒന്ന് തൊടാൻ കൊതിയൂറും മനസ്സിൽ 100 അഴക് എനിക്കും അഴക് ഓ നിനക്കും അഴക് ഓ ഒന്ന് തൊടാൻ കൊതിയൂറും മനസ്സിൽ 100 അഴക് എനിക്കും മോഹമായി ഉറക്കെ പാടുവാൻ കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ. പറ്റുവാണെങ്കിൽ ഈ പാട്ടിലും ജോക്കിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പറ്റുന്നതിന് കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. വോട്ട് തരുമോ സിറ്റിസൺസുകളെ. മോനെ, നമുക്ക് ഒരു പാട്ട് കിട്ടി ഒരു 5 മിനിറ്റ് പോരെ. നമ്മളത് ഇലക്ഷന്റെ പാട്ടാക്കത്തില്ലേ? അപ്പൊ മക്കളെ, ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങൾ വിളിക്കാം കേട്ടോ. വിളിച്ചിട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല എന്റെ പൊന്നപ്പാ. കുരുവി വിളിക്കട്ടെ. കുരുവി എവിടെ? കുരുവി നമ്മളെ മുക്കിലോട്ടൊന്ന് വിട്ടേക്കാം. നിങ്ങൾ തിരിച്ചേക്കട്ടെ. എടുത്തോ. ഓക്കെ, ഇപ്പൊ നിക്കോ. കുരുവി അണ്ണോ. വാട്സ്ആപ്പ്. എന്താണ് ഇങ്ങനെ മുതുക്കിലോട്ട് നടക്കുന്നത്? കുരുവി, ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ. കുരുവി എന്ത്? കുരുവി എങ്ങാണ് ഈ സാബ് ഗുരു വന്ന് പ്രപ്പോസ് ചെയ്തായിരുന്നു? എന്തോ പറഞ്ഞ പുള്ളിക്കാരൻ? കല്യാണം കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കുരുവി ആ പുള്ളിയെ കാണുന്ന കുരുവിയുടെ അച്ഛനായിട്ടല്ലേ? അച്ഛൻ ഓൾറെഡി ഉണ്ടല്ലോ, പക്ഷെ അച്ഛന്റെ സ്ഥാനത്താണ്. അച്ഛന്റെ സ്ഥാനത്ത് കാണാൻ പറ്റില്ല, അച്ഛനുണ്ടല്ലോ. അപ്പൊ അച്ഛനില്ലെങ്കിൽ അപ്പൊ പുള്ളിക്കാരൻ അപ്പാപ്പൻ കത്തി. ഈ മുതുക്കിലെ പമ്പ് വാങ്ങിയ സമയത്ത് പമ്പിന് എന്റെ പേരിലും ഇടട്ടെന്നെല്ലാം ചോദിച്ചിന്. വെറുതെ കേട്ടോ, പമ്പിന് മോളുടെ പേര് ഇട്ട് കഴിഞ്ഞാൽ മോള് തന്നെ പണിക്ക് പോകേണ്ടി വരും. വെറുതെയാണ്. എന്തോ അല്ലേ കാമക്കടിയൻ. മോളുടെ പ്രായമുള്ള കൊച്ചിനെ കേറിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നു. അതെ, എന്റെ തന്ത എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കാണ്ട് കഴിപ്പിച്ചു കൊടുക്കുന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടാന്ന് പിന്നെ ഒഴിഞ്ഞു മാറി. അങ്ങേർക്ക് 100 കോടി കൊടുക്കാന്നെല്ലാം പറഞ്ഞിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്താല്. എന്റെ പൊന്നെ കുരുവി, ഞാൻ 100 കോടി കോടികളിലൊക്കെയാണ് മോളെ കാര്യം ഇരിക്കുന്നേ. അല്ല ഒരിക്കലും അല്ല. കോടികളിലാണോ കാര്യം ഇരിക്കുന്നേ? മോളെന്താണ് പരിപാടി? ഞാൻ ഒരു പരിപാടി ഇല്ല അണ്ണു. ഞാനിതിങ്ങനെ മുതുക്കിലിങ്ങനെ എന്നാ അവിടെ അങ്ങോട്ട് കയറി 2 ഡാൻസ് കളിക്കും കുരുവേ. അണ്ണു വരുന്ന ഡാൻസ് കളിക്കാൻ? മോളെ, ഞാനൊരു തമാശ പറയുമ്പോ മോള് അതങ്ങ് ചിരിച്ചു കളഞ്ഞാ പോരേ. ഓക്കെ അണ്ണു, സോറി അണ്ണു.
ലേറ്റ് ആയിട്ടോ ലേറ്റ് ആയിട്ടോ. ആ മോളെ അതെ പിന്നെ ഞാൻ മോളെ വിളിക്കായിരിക്കുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ നിൽക്കാൻ പോവാന്നേ. ഓ അപ്പം വോട്ടുകള് മാക്സിമം അണ്ണ വന്നിട്ടുണ്ടാ? പറഞ്ഞില്ലേ ഇല്ല. എന്റെ പൊന്നു മോളെ എന്ത് പോയതൊക്കെ അറിഞ്ഞിട്ടില്ലേ? ഞാൻ മേയറിന് ഇലക്ഷൻ നിൽക്കുന്ന കാര്യം. ഇല്ല അണ്ണു അല്ലേ അത്? അണ്ണു അല്ലേ അതൊന്നും? എന്തുവാ പച്ചയെ പറയുന്നേ? ഇത് അതിന്റെ മുകളിൽ കൂടി മറ്റേ കൊടിമരം നടക്കുന്ന പോലെ നടക്കുന്നു. എവിടാ നിക്കുന്നേ? ഇപ്പറ ഇങ്ങ പറന്നു പോവല്ലേ? അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ അപ്പം മോളെ ഇലക്ഷന് നിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാരദനെയൊക്കെ അറിയാവോ? ആനാറി നിപ്പുണ്ട്. പിന്നെ അപ്പൊ നമ്മള് അവനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. അല്ല ഞാൻ അഭ്യർത്ഥിക്കുന്നതാണ് വോട്ടുകൾ. അണ്ണു വോട്ട് അണ്ണൂന് തന്നെ. പിന്നെ നാരദന ഓപ്പോസിറ്റ് തീർച്ചയായും അണ്ണൂന് തന്നെ. ആര് ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാലും ഇൻ കേസ് മതാര ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാലും മോൾ എനിക്കല്ലേ വോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ മതാര നിക്കത്തില്ല. കാരണം എന്റെ കൂടെ ഒക്കെ അവന് നിക്കാൻ അവന് സത്യം പറഞ്ഞാൽ ധൈര്യമില്ല. മനസ്സിലാവും നിക്കത്തില്ല. ചിഹ്നം മോളെ തീരുമാനിച്ചിട്ടില്ല. 2-3 എണ്ണം ഉണ്ടായിരുന്നു. പറങ്ങാണ്ടി ഉണ്ടായിരുന്നു, ഉദിക്കുന്ന സൂര്യൻ ഉണ്ടായിരുന്നു. നമ്മളിതൊരു തീരുമാനിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ കുട്ടിയുടെ പേരെന്താ? ഓ ഇഷ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പെൺകൂട്ടങ്ങളോടെല്ലാം പറഞ്ഞിട്ട് വോട്ട് ചെയ്യണം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്നെ ജയിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങളെല്ലാം ഞാനൊന്ന് പുഷ്പിപ്പിക്കും. പിന്നെ തല വെട്ടിക്കളിച്ച് തലനുള്ളോട്ട് ബുള്ളറ്റ് കയറ്റുന്നെല്ലാം പറഞ്ഞു. എന്റെ പൊന്നെ മോളെ വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞ മേയറായി കഴിഞ്ഞതിനെക്കാളും വലുതാണോ? പിന്നെ ജയിപ്പിക്കണം കേട്ടോ. ഞാൻ ജയിച്ചില്ലെങ്കിൽ ഒന്നും സമ്മതിക്കത്തില്ല. ആക്കിയിട്ടെങ്കിലും അണ്ണന് ജയിപ്പിക്കും. നമ്മളെ ഡിസ്കോഡിലായിരിക്കും ഇലക്ഷൻ ഒക്കെ കള്ളവോട്ടൊന്നും ഇടാൻ പറ്റത്തില്ല കേട്ടോ. എനിക്കും അറിയത്തില്ല. ഗസ് അടിച്ചില്ലയോ? എടേ അപ്പാപ്പാ ഓഫറൊന്നും ഇല്ലാതെ കാറ്റത്തെ കടല് കൊള്ളാൻ വേണ്ടിട്ട് വന്നേക്കുന്നു. കാറ്റ് കടലിലെ കാറ്റ്. കാറ്റത്തെ ഏത് കടല്? സെയിലൊന്നും ഇല്ലാത്തോണ്ടേ പുല്ലുവട്ടം വന്നതാ. ഇതൊന്നും ഏക്കുന്നില്ല കേട്ടോ. ഇതൊന്നും ഏക്കുന്നില്ല. സെയിൽ ചെറിയൊരു ഇവന്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്താ ഞാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു വരുമല്ലോ. വരും. പിന്നെ എല്ലാരും ഒന്ന് നമ്മള് വരും. ശരി ശരി. അപ്പം മോളെ മറ്റേ കാര്യം പറഞ്ഞു. ഏതാ? അത് ഞാൻ പറഞ്ഞില്ലേ. ഈ കുട്ടിയാണെങ്കിൽ അങ്ങനെ അച്ഛന്റെ പ്രാസ്ഥാനത്താ കാണുന്നേ. അല്ല അത് എന്റെ തന്ത അങ്ങോട്ടേക്ക് പൈസക്ക് വേണ്ടിട്ട് കഴിപ്പിച്ചു തരാന്ന് പറഞ്ഞു. എന്താ അച്ഛനാണെന്നറിയോ എന്റെ? അപ്പൊ മോളെ ഇതൊന്ന് സ്പ്രെഡ് അപ്പ് ചെയ്യണം കേട്ടോ ഈ ഒരു ന്യൂസ്. എന്നിട്ട് മാക്സിമം വോട്ട്. ഏകദേശം മോൾക്ക് എല്ലാ പെമ്പിളറായിട്ട് കമ്പനി ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? ഏകദേശം എല്ലാ പെമ്പിളാരുമായിട്ടൊരു കമ്പനി ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അണ്ണു വോട്ടെല്ലാം അണ്ണുവിന് തന്നെ. ശരി ശരി അതറിഞ്ഞു. ശരി. എല്ലാവിധ ന്യൂസ് ബഗ് ഉണ്ടോടാ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയത്തില്ല എന്തോന്ന് ന്യൂസ് ബഗ് ഉണ്ടോ? അപ്പൊ ഞാനൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് പോവാണ്. അയ്യോ അങ്ങനല്ല. അതല്ല നമുക്ക് ഈ പാരച്യൂട്ട് വാങ്ങിച്ചിട്ടൊന്ന് പറന്ന് പഠിക്കണം. അതിന് വഴിയുണ്ട്. പ്രായമുള്ളു സെയിലേക്ക്. കുരുവിയുടെ അമ്മയുടെ അമ്മയാവും പ്രായമുണ്ട്. പിന്നെ കണ്ടാലേ നോക്കി ഇപ്പൊ കാര്യം പറയട്ടെ. അപ്പൊ അവന് താല്പര്യം ഉണ്ടെങ്കിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കെട്ടാൻ പറ്റിയ പ്രായമാണ്.
വേണ്ട എനിക്ക് വേണ്ട വേണ്ട അതാകുമ്പോ നിങ്ങൾക്ക് രാത്രി കൗണ്ടർ പറഞ്ഞിരിക്കാം. വേണ്ട 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 ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വിളിക്കാൻ കേട്ടോ. അടുത്ത് കഴിഞ്ഞ് ശരിയാക്കട്ടെ നമ്മുടെ നാട്ടുകാർ മുമ്പിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞാലും നമുക്ക് മാറി ഞാൻ എന്താ പറയാൻ പറ്റും നമുക്കൊരു റേഡിയോ സെറ്റാണ് അമ്മമാര് രണ്ട് എവിടെ പോവാ നിന്റെ അമ്മമ്മയ്ക്ക് കുറി കൊടുക്കാൻ. വായുഗുളിക അയ്യോ അവര് ചത്തുപോയല്ലോ ചത്തുപോയെങ്കിൽ ഞാൻ ഒന്നിനെ സെറ്റ് ചെയ്ത് തരാം. വേണ്ട വേണ്ട എന്റെ കുറി അല്ല മാപ്പിള ഒന്നിലേക്ക് മറ്റേ പുള്ളിയെ വിളിച്ചാൽ മതി. മറ്റേ അവിടെ മാപ്പിളയുടെ അസിസ്റ്റന്റ് ആയിട്ടൊരു പുള്ളി ഉണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ പേര്? സേവിയോ? ഹലോ ഹലോ